നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെയധികം ബ്ലെസ്സിങ്സോടുകൂടി, അതായത് അവരവരുടെ കൈക്കുമ്പിളിലേക്ക് സ്വീകരിക്കുന്ന, അതായത് അവരവരുടേതാണ് എന്ന് സ്വന്തം എന്ന ഒരു ചിന്തയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പരമായ ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി, ഒരു ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വ്യക്തിയിലേക്ക് ഫിനാൻസിൻ്റെ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ ശക്തമായിട്ടും. എന്താണെങ്കിലും ഇതൊരു ഫാമിലി ബന്ധമായിട്ടുള്ള, അതായത് കുടുംബപരമായിട്ടോ ഫാമിലി സംബന്ധമായിട്ടോ കണക്ഷൻസ് ഉള്ള ഒരു എനർജീനെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ശക്തമായി നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ലൈഫ് എത്തിച്ചുകൊണ്ട് വരാൻ സാധിച്ച് നിൽക്കുന്നത് കൊണ്ടും മാത്രമല്ല, ഇപ്പം നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് അവരുടേതെന്നുള്ള, എൻ്റെ സ്വന്തമെന്ന് തോന്നുന്ന രീതിയിലൊരു പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ ഒരു ചെറിയ ബൗണ്ടറി തീർത്ത് വെച്ചിരുന്ന പേഴ്സൺ ആവാം ഇദ്ദേഹം. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നു, നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് അവരൊരു ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ചെറിയൊരു ഹാർട്ട് ബ്രോക്കൺ എന്നുള്ളത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ടാവാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു ബ്ലോക്കിംഗ്, ഒരു ഫൈറ്റിംഗ് എനർജിക്ക് ശേഷം പൂർണ്ണമായൊരു ബ്ലോക്കിംഗ് വന്നിട്ടുണ്ട്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കാം. എന്താണേലും വളരെ ആഴത്തിൽ, വളരെയധികം പൂർണ്ണതയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളിലേക്ക് തന്നെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു, നിങ്ങളെ ഒരു പ്രഷ്യസ് ആയിട്ട് അവരുടേതായിട്ട് തന്നെ കാണാനും അവരിലേക്ക് ചേർത്ത് പിടിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം, ഒരു പൂർണ്ണമാകുന്ന ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടു കൂടിയ ഒരു കുടുംബ അന്തരീക്ഷം തീർക്കണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ട്, ഒരു മാനസിക വിഷമം ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. കാരണം കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകാം അവർക്ക്. വളരെയധികം ഒരു ഹാർട്ട് എനർജി ഉണ്ട് എന്ന് കാണുന്നത് കേട്ടോ. നിരാശയുണ്ട്, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ചായാലും നഷ്ടപ്പെടുത്തിയ ചില സിറ്റുവേഷൻസുകളെയൊക്കെ കുറിച്ച് ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.